ഹാഫ് വേ ഹൗസ്. ബ്ലോക്ക് 3 ഇന്ന് നമ്മൾ പറയുന്നത് മോഹൻ രാഗേഷിന്റെ ഹാഫ് വേ ഹൗസ് ആണ്. മോഹൻ രാഗേഷിന്റെ ഹാഫ് വേ ഹൗസ് പുതിയ ചാപ്റ്റർ ആണ്. ഹാഫ് വേ ഹൗസ്. ഹാഫ് വേ ഹൗസ്. ഇതിൽ ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. ദ മെയിൻ മോട്ടീവ് ഓഫ് ദിസ് പ്ലേ, ആസ് ഫാർ ആസ് ദിസ് പ്ലേ ഈസ് കൺസേൺ, മെയിൻ മോട്ടീവ്, ഈ പ്ലേയുടെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്ന ലക്ഷ്യം, മെയിൻ മോട്ടീവ് ഓഫ് ദിസ് പ്ലേ ഈസ്, ദിസ് ചാപ്റ്റർ ഈസ് ടു അക്നോളജ് ജസ്റ്റ് അബൌട്ട് ദ stunning biographical details, stunning biographical writings of a prestigious Hindi playwright Mohan Ragesh. Mohan Ragesh എന്ന പ്ലേറൈറ്റിന്റെ മെയിൻ മോട്ടീവ് ഓഫ് ദിസ് ചാപ്റ്റർ ഈസ് ടു അക്നോളജ് ജസ്റ്റ് ടു ദ സ്റ്റണ്ണിങ് ബയോഗ്രഫിക്കൽ റൈറ്റിംഗ് ഓഫ് എ പ്രസ്റ്റീജിയസ് ഹിന്ദി പ്ലേറൈറ്റ് ആയ മോഹൻ രാഗേഷിന്റെ സ്റ്റണ്ണിങ് ബയോഗ്രഫിക്കൽ സ്കെച്ചാണ് നമുക്ക് കിട്ടുന്നത്. സ്റ്റണ്ണിങ് ബയോഗ്രഫിക്കൽ സ്കെച്ച്. ഈ ലൈറ്റ് ഇപ്പൊ അത് കറക്റ്റായി ലൈറ്റ് കറക്റ്റ് ആവാത്തതിന്റെ ഒരു മിസ്റ്റേക്ക് ഇവിടെ വന്നു. ഇറ്റ് ഹാസ് ടു ബി റിഫോംഡ്. Mohan Ragesh play. We should never forget that surroundings of a writer play a pivotal role in his growth and development. ഒരു റൈറ്ററുടെ ചുറ്റുപാടുകൾ അയാളുടെ റൈറ്റിംഗിൽ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് വഹിക്കുന്നത്. We should never forget that things of a playwright play a vital role, a pivotal role in the growth and development. In his growth and development, അദ്ദേഹത്തിന്റെ സറൗണ്ടിങ്സ് വളരെയധികം ഇമ്പോർട്ടന്റ് പങ്കാണ് വഹിക്കുന്നത്. വാട്ട് എവർ ഒക്വേർഡ് അറൌണ്ട് ഹിം ഇൻഫ്ലുവൻസ്ഡ് ഹിം എ ലോട്ട്. തങ്ങൾക്ക് ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നാണ് മോഹൻ രാഗേഷിന്റെ പ്ലേ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. As happened with Mohan Ragesh, basically he lived in a colonial India. എവിടെയാണ് അദ്ദേഹം വസിച്ചിരുന്നത്? കോളനി വാഴ്ച ഉള്ള ഇന്ത്യയിലാണ് ജീവിച്ചിരുന്നത്. ഹി വാസ് ആൻ ഓൺലുക്കർ ടു ദ പോളിസീസ് ഓഫ് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ. ബ്രിട്ടീഷ് ഭരണത്തെ അദ്ദേഹം നോക്കി കണ്ടിരുന്നു. ഹി വാസ് ആൻ ഓൺലുക്കർ ടു ദ പോളിസീസ് ഓഫ് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ whose the only aim was to make use of Indian collective wealth in favor of England's interest. ഇംഗ്ലണ്ടിന്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഇന്ത്യയിലെ കളക്റ്റീവ് വെൽത്ത് അതിനനുസരിച്ച്, അപ്പൊ കൊളോണിയൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ എന്താ, കോളനി വാഴ്ചയുടെ ഇന്ത്യയാണ്. അപ്പൊ ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബ്രിട്ടീഷ് അധീനതയിലായിരുന്നു എന്നർത്ഥം. രാഗേഷ് വിറ്റ്നസ്ഡ് ദ ഗ്രാജുവൽ ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് അണ്ടർ ദ സ്റ്റിമുലേറ്റിംഗ് ലീഡർഷിപ്പ് ഓഫ് ഗാന്ധിജി. ഗാന്ധിജി വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു മോഹൻ രാഗേഷിനെ. ദ ബാപ്പു ഓഫ് ദ നേഷൻ. In his early short stories, Ragesh plays marked by his own interpretations of the contemporary period. സമകാലീന സമൂഹത്തെ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പ്ലേസിൽ റെക്കോർഡ് ചെയ്തിരുന്നു. In his early short stories, Ragesh plays were marked by his own interpretations of the contemporary period. He depicts his characters and occurrences with acute sensitivity. He depicts his characters. അദ്ദേഹത്തിന്റെ ക്യാരക്ടേഴ്സിനെ പോർട്രേ ചെയ്തിരുന്നത് അക്യുറൻസസിനെയും സംഭവങ്ങളെയും ക്യാരക്ടേഴ്സിനെയും അദ്ദേഹം അവതരിപ്പിച്ചിരുന്നത് വിത്ത് അക്യൂട്ടഡ് സെൻസിറ്റിവിറ്റിയാണ്. വളരെ സെൻസിറ്റിവിറ്റിയോടെയാണ് തന്റെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം സെൻസിറ്റിവിറ്റിയോടെയാണ് അദ്ദേഹം അവതരിപ്പിച്ചിരുന്നത്. അദ്ദേഹത്തിനെ അത് ബാധിച്ചിരുന്നു. ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തെ ബാധിച്ചിരുന്നു. The Arya Samaj. Mohan Ragesh was born in 1925 in Jalandhar. പഞ്ചാബിലെ ജലന്ധർ എന്ന പ്രദേശത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. മോഹൻ രാഗേഷ് വാസ് ബോൺ ഇൻ 1925 in Jalandhar, പഞ്ചാബ്. He belongs to a literate middle class family. അദ്ദേഹം ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അംഗമായിരുന്നു. He received his primary education in the atmosphere of the Arya Samaj ethos. ആര്യ സമാജവുമായി ബന്ധപ്പെട്ട സന്മാർഗ തത്വങ്ങൾ അദ്ദേഹത്തെ വളരെയധികം ആകർഷിച്ചിരുന്നു. ദ ആര്യ സമാജ് മൂവ്മെന്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഹിസ് ലൈഫ്. അദ്ദേഹത്തിന്റെ ലൈഫിൽ ആര്യ സമാജം വളരെയധികം ഇമ്പോർട്ടന്റ് റോളാണ് വഹിച്ചിരുന്നത് എന്നൊക്കെ അതിനെപ്പറ്റി പറയാം നമുക്ക്. It kept him free from the sentiments that worked as a wall between social occurrence and individual detectable eye. ആര്യ സമാജ് എന്ന് പറഞ്ഞാൽ ഈസ് എ ഹിന്ദു റീഫോം മൂവ്മെന്റ് ആണ്. ആര്യ സമാജ് ഈസ് എ ഹിന്ദു റീഫോം മൂവ്മെന്റ്. Arya Samaj is a Hindu reform movement founded by Swami Dayananda Saraswati Sabhaj Samaj.
He was a sannyasi. He was a sannyasi who believed in the infallible authority of the Vedas. വേദാസിൽ അദ്ദേഹത്തിന് അധികമായ വിശ്വാസം ഉണ്ടായിരുന്നു. Dayananda emphasized the ideals of Brahmacharya and attacks on rituals and idol worship led on by Brahman priest. The chief target of Arya Samaj is to bring far-reaching change in the mental attitude of the people. ആളുകളുടെ മാനസിക മനോഭാവത്തിലുള്ള മാറ്റങ്ങൾ വരുത്താനാണ് ആര്യസമാജം ശ്രമിച്ചിരുന്നത്. The chief target of Arya Samaj is to bring far-reaching change in the mental attitude of the people. അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് ഈ സെയിം ചാപ്റ്ററിൽ പ്രലോഗാണ്. പ്രലോഗ് എന്ന് പറഞ്ഞാൽ പ്ലേ ബിഗിൻ ചെയ്യുന്നതിന് മുമ്പുള്ള സംസാരം. പ്രലോഗ്, ആക്ട് 1, 2 are the 3 parts of the play. Halfway house. The prologue is a prominent part of the play. Prologue എന്ന് പറഞ്ഞാൽ it is not only the opening of the play but also give definite direction to the play. പ്ലേക്ക് ഒരു ഓപ്പണിംഗ് മാത്രമല്ല, ഡെഫിനിറ്റ് ആയിട്ടുള്ള ദിശ, ഏത് ദിശയിലേക്ക് പോകണം പ്ലേ എന്നുള്ളതിനെ പറ്റി വ്യക്തമായൊരു നിർദ്ദേശം കൊടുക്കുകയും കൂടി ചെയ്യും പ്രലോഗ്. Halfway house. Let us see how plays its role. How plays its role in the structure of the play. Halfway House is a play by Mohan Ragesh. Halfway House is a highly significant play sociologically. Apparently, it is the story of a particular family set on a downward path. ഡൗൺവേർഡ് പാത്തിലേക്ക് പോയൊരു ഫാമിലിയാണ് ഇതിൽ പോർട്രേ ചെയ്യുന്നത്. കറന്റ്ലി ഫേസിങ് എ ത്രെറ്റ് ടു ലോക്കൽ ഡിസിൻറ്റഗ്രേഷൻ. ശിഥിലമായ അറ്റ്മോസ്ഫിയറിലൂടെ കടന്നു പോകുന്ന ഒരു ഫാമിലിയാണ് ഹാഫ് വേ ഹൗസിൽ. അതായത് വീട് ഹാഫ് വേയിൽ നിൽക്കുകയാണ്, അതായത് മുന്നോട്ടുള്ള ചലനമില്ല, അത് ഹാഫ് വേ ഇങ്ങോട്ട് പോകണമെന്ന് ദിശ അറിയാണ്ട്. ദ ഡയമെൻഷൻ ഓഫ് ഫാമിലി വിത്തിൻ മാരേജ്. അപ്പൊ ഹാഫ് വേ ഹൗസ് എന്ന് പറയുന്ന ഈ പ്ലേയിൽ നമ്മൾ മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ടോപ്പിക്സ് മാത്രം നമുക്കൊന്ന് കണ്ടുപോകാം. ഫാമിലി ആസ്പെക്ട് ഇൻ ദ പ്ലേ. ഈ പ്ലേയിലെ ഫാമിലി ആസ്പെക്ട്, ഫാമിലി കുടുംബപരമായ കാര്യങ്ങൾ എന്തൊക്കെ പറയുന്നത് നോക്കാം. അക്കോർഡിംഗ് ടു ദ പ്ലേ ഹാഫ് വേ ഹൗസ്, ഫാമിലി ഈസ് എ പ്ലേസ് വെയർ നോ വൺ കെയർസ് എനിബഡി. അപ്പൊ ഈ ഹാഫ് വേ ഹൗസ് എന്ന് പറയുന്ന പ്ലേയിലെ ഫാമിലി ഈസ് എ പ്ലേസ് വെയർ നോ വൺ കെയർസ് എനിബഡി. ആരും ശ്രദ്ധിക്കുന്നില്ല. എവരി വൺ ഹാസ് ഇറ്റ്സ് ഓൺ വ്യൂ ഓഫ് ലൈഫ്. ഓരോരുത്തർക്കും അവരുടേതായ വ്യൂ ഓഫ് ലൈഫ്. The characters of Mahendranath, Savitri, Binni, Kinni, Ashoka are all the members of one family, resides in a single house, but in reality everyone is busy in his life. ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ ബിസിയാണ് അവരുടെ ലൈഫുമായി ബന്ധപ്പെട്ട്. The characters Mahendranath, Savitri, Binni, Kinni, Ashoka are all the members of one family, resides in a single house. ഒരു വീട്ടിൽ താമസിക്കുന്നവര്, but in reality everyone is busy in his life. Here Mohan Ragesh's aim is to highlight the family of upper middle class. This distraction represents the emptiness of life. Example, Kinni told her mother she feels so ashamed wearing torn socks to school. ഇതിൽ കിന്നി എന്ന് പറയുന്ന പെൺകുട്ടി അമ്മയോട് പറയുന്നുണ്ട്, ഷീ ഫീൽസ് അഷേംഡ് വെയറിങ് ടോൺ സോക്സ് ടു സ്കൂൾ. കീഴ് പറഞ്ഞ് സോക്സ് ധരിച്ചിട്ട് സ്കൂളിൽ പോകാൻ അവൾക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ട്. മാരേജ് ആസ്പെക്ട് ഇൻ ദ പ്ലേ. In the play, we met 2 couples. One is Savitri and Mahendranath, other is Binni and Manoj. 2 കപ്പിൾസിനെയാണ് നമ്മൾ ഈ പ്ലേയിൽ കാണുന്നത്. The play, one is Savitri and Mahendranath, other is Binni and Manoj. Both couples are dejected from their marriage. അവർക്ക് മാരേജിൽ സന്തോഷമില്ല. They think that marriage is an imprisonment from where a person cannot run even if he or she wants. മാരേജ് എന്ന് പറഞ്ഞ പ്രിസണാണ്. പ്രിസണിൽ നിന്ന് നമ്മൾ ആഗ്രഹിച്ചാലും പുറത്തെടുക്കാൻ പറ്റില്ലെന്നാണ് ഈ കപ്പിൾസ് വിചാരിക്കുന്നത്. ഇറ്റ് ഈസ് എ ബാഗേജ് ഓഫ് ട്രഡീഷൻ ആൻഡ് ലോസ് കമാൻഡഡ് ബൈ സൊസൈറ്റി. ശരിക്കും പാരമ്പര്യം കൊണ്ടുവന്നൊക്കെയാണ് ബാഗേജ്. ശരിക്കും ഒരു ലഗേജ് ആണ് മാരേജ് എന്ന് പറഞ്ഞാൽ. ആൻഡ് ലോസ് കമാൻഡഡ് ബൈ സൊസൈറ്റി. ഫോർ ഇൻസ്റ്റൻസ്, ബിന്നി വിത്ത് ഹെർ മദേഴ്സ് conversation unfold. Before I got married, I thought I know Manoj very well, but now.
For instance, Binny with her mother's conversation unfold. Before I got married, I thought I know Manoj very well. Manojine എനിക്ക് അറിയാം നന്നായിട്ടെന്നായിരുന്നു ബിഫോർ മാരേജ് ഐ തിങ്ക് ബട്ട് നൗ എന്നും പറഞ്ഞ് കുറച്ച് ഡോട്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? ഷീ ഇസ് നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഹർ ഹസ്ബൻഡ് പ്രോപ്പർലി. ഷീ കനോട്ട് എഗ്രി വിത്ത് ദാറ്റ് ലൈഫ്. The ending of the play remains controversial. ഹാഫ് എ ഹൗസ് എന്ന് പറയുന്ന പ്ലേയുടെ എൻഡിങ്ങിനെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. The ending of the play remains controversial. The play begins in tension and ends in tension. A tension that goes deep and is extremely painful. To begin with, the playwright has put the entire blame for the dreariness of the situation and emotional despair on the wife. The end of the play sets the characters apart, and the play itself turned into a firm slander of women. The ending of the play suggests that an over-ambitious and misguided woman has destroyed the family. ഈ എൻഡിങ് ഓഫ് ദ പ്ലേ മനസ്സിലാക്കി തരുന്നത് നമുക്ക് എന്താണെന്നോ, എൻഡിങ് ഓഫ് ദ പ്ലേ സജസ്റ്റ് ദാറ്റ് ആൻ ഓവർ അംബീഷ്യസ്, കൂടുതൽ ഭയങ്കര അംബീഷ്യസ് ആയിട്ടുള്ള ഒരു സ്ത്രീ, മിസ്ഗൈഡഡ് വുമൺ ഒക്കെ, അല്ലെങ്കിൽ അംബീഷ്യസും ഓവർ അംബീഷ്യസും മിസ്ഗൈഡഡും ആയിട്ടുള്ള വുമൺ ഡിസ്ട്രോയ് ദ ഫാമിലി എന്നാണ് നമ്മൾ പ്ലേ എന്ന് മനസ്സിലാക്കുന്നത്. It remains a play that merely describes the behavior of particular people in particular situations. ഇത് കുറച്ച് ആളുകളുടെ സ്വഭാവ രീതി കുറച്ച് പർട്ടിക്കുലർ സിറ്റുവേഷനിൽ പറയുന്നു. എസ്പെഷ്യലി എക്കണോമിക് സിറ്റുവേഷൻസ് ആൻഡ് ലീവ്സ് ബിഹൈൻഡ് നോ ഇംപ്രഷൻ. അപ്പൊ ഇറ്റ് റിമെയിൻ എ പ്ലേ ദാറ്റ് മിയർലി ഡിസ്ക്രൈബ്സ് ദ ബിഹേവിയർ ഓഫ് പർട്ടിക്കുലർ പീപ്പിൾ. ചില ആളുകളുടെ ബിഹേവിയർ ഇൻ പർട്ടിക്കുലർ സിറ്റുവേഷൻ, ചില പരിസ്ഥിതികളുടെ എന്താണ് പർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ അവരുടെ രീതികൾ, എസ്പെഷ്യലി എക്കണോമിക് സിറ്റുവേഷൻസ് ആൻഡ് ലീവ്സ് ബിഹൈൻഡ് നോ ഇംപ്രഷൻ. ഒരു ഇംപ്രഷനും ഉണ്ടാക്കാതെ ആണ് അത് അവസാനിക്കുന്നത്. ആര്യ സമാജ് ഇമ്പോർട്ടന്റ് ഇൻ ദ 20th സെഞ്ചുറി. 20th സെഞ്ചുറി പ്ലേ ആണ് മോഹൻ രാഗേഷിന്റെ ഹാഫ് എ ഹൗസ്. അതിൽ ആര്യ സമാജിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതെന്താണെന്നാണ് നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത്. Arya Samaj was founded by Swami Dayananda Saraswati as a Hindu reform movement. He believed in the authority of Vedas. He focused on Brahmacharya and attacks on rituals and idol worship laid on by Brahman priest. The teachings of Vedas suggest that everyone had equal rights to receive education. എല്ലാവർക്കും equal right ഉണ്ട്, receive education, and fought for truth and knowledge. ട്രൂത്തിന് വേണ്ടിയും നോളജിന് വേണ്ടിയൊക്കെ ഫൈറ്റ് ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. സ്വാമി ദയാനന്ദ സരസ്വതി റോട്ട് സത്യ ദ ടീച്ചിങ്സ് ഓഫ് വേദ സജസ്റ്റ് ദാറ്റ്, വേദങ്ങൾ എന്താ പഠിപ്പിക്കുന്നത്, എവരിവൺ ഹാഡ് ഈക്വൽ റൈറ്റ്സ് ടു റിസീവ് എഡ്യൂക്കേഷൻ, ഫോർട്ട് ഫോർ ദ ട്രൂത്ത് ആൻഡ് നോളജ്. ട്രൂത്തിന് വേണ്ടിയും നോളജിന് വേണ്ടിയും ഫൈറ്റ് ചെയ്യാനുള്ള അധികാരം എല്ലാവർക്കും ഉണ്ടെന്നാണ് വേദങ്ങൾ പഠിപ്പിക്കുന്നത്. They worked for women education, widow remarriage, liberalization of marriage, etc. പ്രലോഗ് എന്ന് പറഞ്ഞ എന്താണെന്നാണ് അടുത്തായിട്ട് പറയുന്നത്. എ പ്രലോഗ് ഈസ് ആൻ ഓപ്പണിംഗ് ടു എ സ്റ്റോറി ദാറ്റ് എസ്റ്റാബ്ലിഷസ് ദ കോണ്ടെക്സ്റ്റ് ആൻഡ് ഡീറ്റെയിൽസ്. സംടൈംസ് ഇറ്റ് കണക്ട്സ് വിത്ത് some earlier stories and other miscellaneous details. In the Greek drama, it has some important role. പ്രലോഗിന് it sometimes play the role of a romance or to an episode in which the play itself succeeded. Prologues of Renaissance has a specific purpose of transition for the audience. Prologue, Act 1 and Act 2 are the three parts of the play. Act 1 and 2 are the three parts എന്ന് പറഞ്ഞിരിക്കുന്ന ഹാഫ് എ ഹൗസിലെ. പ്രലോഗ് 1, Act 1 2, Act 2 3. അങ്ങനെ 3 parts of the play ഹാഫ് എ ഹൗസ്. ദ പ്രലോഗ് ഈസ് എ പ്രൊമിനന്റ് പാർട്ട് ഓഫ് ദ പ്ലേ. ഈ പ്ലേയില് പ്രലോഗ് ഇമ്പോർട്ടന്റ് റോളാണ് വഹിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഓൺലി ദ ഓപ്പണിംഗ് ഓഫ് ദ പ്ലേ ബട്ട് ഓൾസോ ഗിവ്സ് ഡെഫിനിറ്റ് ഡയറക്ഷൻ ടു ദ പ്ലേ. പ്രലോഗ് ഓപ്പണിംഗ് മാത്രമല്ല, ഡെഫിനിറ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ പ്ലേ കൊടുക്കുന്നു. ലെറ്റ് us see how it plays its role in the structure of the play. Half a House is a play by Mohan Ragesh. Half a House is a highly significant play sociologically. Apparently, it is the story of a particular family set on a downward pathലേക്ക് പോയൊരു ഫാമിലി, currently facing a threat to total disintegration. ശിഥിലതയിലേക്ക് പോയൊരു ഫാമിലി. The prologue acquaints us with the subject matter of the play, a particular family and its particular circumstances. In the prologue, we encounter with the man in black suit
who straightly discourse with the audience readers as first man and erecting common remarks on life. ഇപ്പൊ പ്രലോഗിനെ പറ്റി നമ്മൾ പറഞ്ഞത് ഒരു പ്ലേ തുടങ്ങുന്നതിന് മുമ്പുള്ള ബിഫോർ സ്പീച്ച് ആണ് പ്രലോഗ്. അത് നല്ലൊരു ഡയറക്ഷനിലേക്ക് പ്ലേനെ കൊണ്ടുപോവുകയും ചെയ്യും. അതിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും. How were the both marriages, Mahendra and Savitri and Binny and Manoj marriages, prove as an institution of discontentment? ഈ രണ്ടു കൂട്ടരുടെ മാരേജ് അസംതൃപ്തിയാണ് ഉണ്ടാക്കിയത്. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളതെന്നാണ് ചോദിക്കുന്നത്. മഹേന്ദ്രനാഥ് ആൻഡ് സാവിത്രി ഗോട്ട് മാരീഡ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസ് കാലഘട്ടത്തിന് ശേഷമാണ് അവർ മാരി ചെയ്തത്. മഹേന്ദ്രനാഥ് വാസ് എ Mahendranath was a man. His relationship has no love, trust, emotional support and meaning, and was on verge of breaking. അവന്റെ മാരേജ് ലൈഫ് ബ്രേക്കിങ്ങിന്റെ പാത്തിലാണ്. Their marriage has become a burden on each other. He wanted to control Savitri. മഹേന്ദ്രനാഥിന്റെ ഭാര്യയാണ് സാവിത്രി. He wanted to control her and was weak in managing his family and business. ഫാമിലിയും ബിസിനസ്സും മാനേജ് ചെയ്യുന്നതിൽ വളരെ വീക്കായിരുന്നു മഹേന്ദ്രനാഥ്. He wanted to control her and was weak in managing his family and business. He was a puppet in his friends' hands. അവരുടെ കൂട്ടുകാരുടെ കൈകളിൽ ഒരു പാവം മാത്രമായിരുന്നു. The atmosphere of the house was gloomy and it added more tension between them. വീട്ടിലെ അറ്റ്മോസ്ഫിയർ ഗ്ലൂമി ആയിരുന്നു and it added more tension between them. He had borrowed money from his friend Juneja, which he has not paid back. പണം ജുനേജന്ന് കടം വാങ്ങിച്ചെങ്കിലും തിരിച്ചു കൊടുത്തില്ല. Savitri does not find him trustworthy and she thinks that he is not Gaina, friend of Mahendra. So this is two in the reason behind the lack of trust between husband and wife. Husband and wife തമ്മിൽ ട്രസ്റ്റ് ഉണ്ടായില്ല, വിശ്വാസം ഉണ്ടായില്ല. ജുനേജ ഡിഫെൻഡഡ് Mahendra in front of Savitri because he was his friend and the general patriarchy mindest of the society. പുരുഷ മേധാവിത്വ സമൂഹമായിരുന്നു അവരുടേത്. Mahendra was happy with everybody except Savitri. സാവിത്രി ഒഴികെ മറ്റെല്ലാവരോടും ഹാപ്പി ആയിരുന്നു മഹേന്ദ്ര. Savitri too was not shown perfect as she does not follow the society norms and has some faults. സാവിത്രിയുടെ ക്യാരക്ടറിലും ഫാൾട്ട് ഉണ്ടായിരുന്നു. ബിന്നി ദ എൽഡസ്റ്റ് ചൈൽഡ് ഓഫ് മഹേന്ദ്രയുടെ എൽഡസ്റ്റ് ചൈൽഡാണ് ബിന്നി. ദ എൽഡസ്റ്റ് ചൈൽഡ് ഓഫ് മഹേന്ദ്ര ആൻഡ് സാവിത്രി എലോപ്ഡ് വിത്ത് ആൻഡ് മാരീഡ് മനോജ്. ബിന്നി മനോജിനെ മാരി ചെയ്തു. ഷീ ഓഫൺ വിസിറ്റ്സ് ഹെർ പാരന്റ്സ് ഹോം ഇൻ എ സ്റ്റേറ്റ് ഓഫ് ടെൻഷൻ ആൻഡ് ഡിസ്കംഫർട്ട്. അവള് അച്ഛനെയും അമ്മയും സന്ദർശിക്കുന്നത് ടെൻഷനിലും ഡിസ്കംഫർട്ടിലുമായിരുന്നു. ഇൻ എ സ്റ്റേറ്റ് ഓഫ് അൺഹാപ്പിനെസ് ഷീ ടോൾഡ് ഹെർ മദർ ദാറ്റ് she thought that she knew Manoj well before their marriage. കല്യാണത്തിന് മുമ്പ് മനോജിനെ നന്നായി മനസ്സിലാക്കിയിരുന്നു എന്നാണ് ബിന്നി വിചാരിച്ചിരുന്നത്. She felt betrayed. പക്ഷെ അവൾക്ക് അങ്ങനെയല്ലെന്ന് മനസ്സിലായി. Later we come to know that Savitri developed attraction towards Manoj. Just to choose Binny. But he chose Binny. Later we know that Savitri developed attraction towards മനോജിനോട് അട്രാക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ മനോജ് ചൂസ് ചെയ്യുന്ന ബിന്നിനാണ്. ഇൻ ബോത്ത് ദ കേസസ് പാർട്ട്നേഴ്സ് ആർ ഫീലിംഗ് ഐസൊലേറ്റഡ് ഫ്രം ദെയർ സ്പൗസസ് ബട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മൂവ് ഔട്ട് ഓഫ് ദാറ്റ് വെറ്റ്ലോക്കിൽ നിന്ന്, വിവാഹ ബന്ധത്തിൽ നിന്ന് അവർക്ക് വേർപിരിഞ്ഞ് പോകാനും പറ്റുന്നില്ല. All of them are loading the baggage of customs and laws ordained by society. സൊസൈറ്റിയുടെ ബാഗേജ് ചുമക്കുവാണ് അവര് ചെയ്തിരുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ, അവർക്ക് ഇഷ്ടമുണ്ടായില്ല മുന്നോട്ട് പോകാൻ. പക്ഷെ കസ്റ്റംസും ട്രഡീഷൻസും ഒക്കെ അവരെ അങ്ങനെ തന്നെ പിടിച്ചു നിർത്തി. ക്യാരക്ടർ ഓഫ് അശോക് ആണ് ചോദിച്ചിരിക്കുന്നത്. അശോക് ഈസ് ദ ഓൺലി ആൻഡ് എൽഡസ്റ്റ് സൺ ഓഫ് മഹേന്ദ്രനാഥ് ആൻഡ് സാവിത്രി. മഹേന്ദ്രനാഥിന്റെ സാവിത്രിയുടെ എൽഡസ്റ്റ് സൺ ആണ് അശോക്. Savitri was trying hard to secure a job for him. സാവിത്രി ശ്രമിച്ചു തന്റെ മകനൊരു ജോലി ലഭ്യമാവാൻ. She invited her boss over for tea at home. തന്റെ വീട്ടിലേക്ക് ടീക്ക് ക്ഷണിച്ചു ബോസിനെ സാവിത്രി. He even insulted them, but Savitri faced it quietly just for the sake of a job. He even insulted them. Ashok is a bearded man wearing old trousers and worn out but flashy shirt. He used it to sleep all day.
പകൽ മുഴുവൻ ഉറക്കം. ഹിസ് ക്യാരക്ടർ ഹാസ് എ ലേസി ആൻഡ് അപ്പാത്തറ്റിക് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ ഫാമിലി. ഫാമിലിയോടൊട്ടും റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ആളായിട്ടാണ് അശോക് റെപ്രസെന്റ് ചെയ്യപ്പെടുന്നത്. He left his studies midway and also ran away from the 6-week job which was arranged by his mother. അമ്മ അറേഞ്ച് ചെയ്ത 6 weeks ജോബിൽ നിന്ന് അവൻ ഓടിപ്പോയി. അതുപോലെ അവൻ പഠനത്തിലും ഹാഫ് വെച്ച് നിർത്തിപ്പോയി. He felt his studies midway. He left his studies midway and also ran away from the 6-week job his mother has arranged for him. He was impolite to his parents. പേരൻസിനോടൊട്ടും മര്യാദയില്ലാത്ത ക്യാരക്ടറായിരുന്നു അശോകിന്. മഹേന്ദ്ര ഈസ് ഓൾവേസ് കംപ്ലൈനിങ് ദാറ്റ് ഹി യൂസ്ഡ് ടു ടോക്ക് ടു ഹിം റൂഡ്ലി. എപ്പോഴും മഹേന്ദ്ര ഈസ് ഓൾവേസ് കംപ്ലൈനിങ് ദാറ്റ് ഹി യൂസ്ഡ് ടു ടോക്ക് ടു ഹിം റൂഡ്ലി. പരുഷമായി സംസാരിക്കേണ്ടി വരുവാണ് അശോകിനോട് എപ്പോഴും. അശോകിന്റെ സംസാരം അങ്ങനെ തന്നെ. He was wrestling with the self-pity. Ashok told the mother that if he had not been the boss of her mother, he would have kicked him out of his house. എന്താണ് തന്നെ ബോസാക്കി, വീടിന്റെ ബോസാക്കിയില്ലെങ്കിൽ അമ്മേനെ പുറത്തി അടിക്കുന്നാണ് അവൻ പറഞ്ഞത്. അശോക് told his mother that if he had not been the boss of her mother, he would have kicked him out of his house. എന്ന് പറഞ്ഞാല് അമ്മ മകൻ പറയുന്നതെല്ലാം അനുസരിച്ചോളെന്നുള്ള മെന്റാലിറ്റി ആയിരുന്നു അശോകിനുണ്ടായിരുന്നത്. ഇതാണ് 9ാമത്തെ ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് 10ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. ഇത്രയും കാര്യങ്ങളാണ് 9ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. ഹാഫ് വേ ഹൗസ് എന്ന് പറയുന്ന ഈ ഇത് തന്നെ ഹാഫ് വേ ആയിട്ടാണ് നിൽക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഹാഫ് വേ ആയിട്ടാണ് നിൽക്കുന്നത്. ഇൻ ദിസ് ചാപ്റ്റർ മിഡിൽ ക്ലാസ് കൺസേൺസ് എന്നാണ് ഈ ചാപ്റ്ററിന്റെ പേര്. 2ാമത്തെ ചാപ്റ്റർ ഇന്നത്തെ 10ാമത്തെയാണ്. 9ാമത്തെ ചാപ്റ്ററിലെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു. ഇനി 10ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് ഇൻ ദിസ് ചാപ്റ്റർ we will acknowledge with the other perspectives economic problem of the family, crisis visible in the play, socio-cultural context of the play. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. In this chapter was acknowledged, we will acknowledge with the other perspectives economic problem of the family, crisis visible in the play, socio-cultural context of the play. Halfway House by Mohan Ragesh. We start our discussion with spotlighting the central character of the play, Mahendranath and his family. The whole plot of the play spins around the worsening financial condition of the family. The playwright focuses upon the particular moment of transition of the family in the play from a middle class to a lower middle class. The following problems which occur from the transition are attitude of family members towards one another, the relationship with society and neighborhood. ഈ ചാപ്റ്റർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം. In this chapter, we will acknowledge with the other perspectives economic problem of the family, ഫാമിലിയുടെ economic problem, crisis visible in the play, ഇതിൽ ഉള്ള പ്രതിസന്ധികൾ, സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റ്, സാമൂഹിക സാംസ്കാരിക തലങ്ങൾ of the play Halfway House by Mohan Ragesh. We start our discussion with the spotlighting the central character of the play. We start our discussion with the spotlighting the central character of the play. Central character of the play ആണ് നമ്മൾ spotlight ചെയ്യുന്നത്, Mahendranath and his family. The whole plot of the play spins around the worsening financial condition of the family. ഈ play full ആയിട്ടും അറൗസ് ചെയ്യുന്ന ചേർത്തിരിക്കുന്നത് ഫിനാൻഷ്യൽ കണ്ടീഷൻ ഓഫ് ദ ഫാമിലി. ദ പ്ലേറൈറ്റ് ഫോക്കസസ് അപ്പോൺ ദ പർട്ടിക്കുലർ മൊമെന്റ് ഓഫ് ട്രാൻസിഷൻ ഓഫ് ദ ഫാമിലി ഇൻ ദ പ്ലേ ഫ്രം എ മിഡിൽ ക്ലാസ് ടു എ ലോവർ മിഡിൽ ക്ലാസ്. ഒരു മിഡിൽ ക്ലാസ്സിൽ നിന്നും ലോവർ മിഡിൽ ക്ലാസ്സിലേക്ക് ഈ ഫാമിലി മാറുകയാണ് ചെയ്യുന്നത്. The following problems which occur from the transition are attitude of family members towards one another, their relation with society and neighborhood. ഇതിലെ മെമ്പേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വൺ അനദർ, റിലേഷൻ വിത്ത് സൊസൈറ്റി ആൻഡ് നെയ്ബർഹുഡ് ഒക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത്. ഹാഫ് വേ ഹൗസ്. In what way is the play Halfway House a comment on the present times of the 1960s? ചോദിച്ചിട്ടുണ്ട്. ഏത് രീതിയിലാണ് ഹാഫ് വേ ഹൗസ്
കമന്റ് ആകുന്നത്. എന്ത് കമന്റ്? 1960കളിലെ പ്രസന്റ് ടൈംസ് ഓഫ് 1960കളെ പറ്റിയുള്ള കമന്റ് ആകുന്നത്. It is true that Mohan Ragesh was associated with the modern Indian English drama. His play Half a House is primarily focused on urban life and advocated a social change in which society's progress from traditional to modern and simultaneously projected the hollowness of modern urban culture. ടെർമിനൽ ക്വസ്റ്റ്യൻസ് അതിൽ നമ്മൾക്ക് പറയാനുള്ളത് മെയിൽ ഡൊമിനൻസ് ഇൻ ഹാഫ് എ ഹൗസ്. ഈ പ്ലേയിലെ മെയിൽ ഡൊമിനൻസിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. മെയിലാണ് പുരുഷന്മാരുടെ ഡൊമിനൻസ്, ആധിപത്യം. ദ പ്ലേ ഷോസ് മെയിൽ ഡൊമിനൻസ് ത്രൂഔട്ട് ദ പ്ലേ. പ്ലേ ഷോ ചെയ്യുന്നത് മെയിൽ ഡൊമിനൻസ് ആണ്. ദ മെയിൽ ക്യാരക്ടേഴ്സ് സച്ച് ആസ് ജുനേജ, മഹേന്ദ്രനാഥ്, സിൻഘാനിയ ആർ ഫ്രം അപ്പർ ക്ലാസ് സൊസൈറ്റി. They act under the limitations of social structure. എല്ലാവരും സോഷ്യൽ സ്ട്രക്ചറിന്റെ ലിമിറ്റേഷനിൽ നിന്ന് പ്രവർത്തനം. They are representatives of their respective class. അവരുടെ ഓരോരുത്തരുടെയും ക്രമമനുസരിച്ചിട്ടുള്ള ക്ലാസ്സിനെ അവർ റെപ്രസെന്റ് ചെയ്യുന്നു. മഹേന്ദ്രനാഥ് ആൻഡ് സാവിത്രി ആക്ട് നോർമൽ ഇൻ ഫ്രണ്ട് ഓഫ് ദം. അവരുടെ മുന്നിൽ, ഫ്രണ്ട്സിന്റെ മുന്നിൽ അവര് നോർമലായിട്ട് ആക്ട് ചെയ്യും. ജാക്ക് മോഹൻ വാസ് പൊളൈറ്റ് ആൻഡ് കമ്പാഷനേറ്റ് ടുവേഴ്സ് സാവിത്രി. In all the relationships in the play, Mahendranath and Savitri are the worst hit. Juneja provoked Mahendranath against Savitri. Juneja provoked Mahendranath against Savitri. He played a crucial role in their lives. He commanded Mahendranath. In reality, he is egoistic and has no ego against Savitri. He enrolled Mahendranath because he had taken from Juneja for his business. നമുക്ക് ഇതിലെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. മോഹൻ രാഗേഷ് പ്ലേ ഹാഫ് എ ഹൗസ് ഡെപ്പിക്സ് എ ഫ്രാഗ്മെന്റഡ് മിഡിൽ ക്ലാസ്. ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഒരു മിഡിൽ ക്ലാസ്സിനെയാണ് മോഹൻ രാഗേഷിന്റെ പ്ലേ ഹാഫ് എ ഹൗസ് ഡെപ്പിക്ട് ചെയ്യുന്നത്. ഫാമിലി സ്ട്രഗിളിംഗ് വിത്ത് ഫിനാൻഷ്യൽ ഹാർഡ്ഷിപ്പ്. ഫാമിലി വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്ന, ഫിനാൻഷ്യലി വളരെ കഷ്ടപ്പാടിലാണ് അവര്. അൺഎംപ്ലോയ്മെന്റ് ആൻഡ് അൺഫുൾഫിൽഡ് ഡിസയേഴ്സ് ഇൻ 1960s ഇന്ത്യ. 1960കളിലെ അൺഫുൾഫിൽഡ് ഡിസയേഴ്സ്, പൂർത്തീകരിക്കപ്പെടാത്ത ആഗ്രഹങ്ങള്, അൺഎംപ്ലോയ്മെന്റ്, ഫിനാൻഷ്യൽ ഹാർഡ്ഷിപ്പ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള തീം. ദ സ്റ്റോറി സെന്റേഴ്സ് ഓൺ സാവിത്രി. സ്റ്റോറി സെന്റർ ചെയ്യുന്നത്, കേന്ദ്രീകരിക്കുന്നത് സാവിത്രിയാണ്. ദ സ്റ്റോറി സെന്റേഴ്സ് ഓൺ സാവിത്രി, എ വർക്കിംഗ് മദർ who shoulders the family's financial burden. ഫാമിലിയുടെ ഫിനാൻഷ്യൽ ബേർഡൻ ഷോൾഡർ ചെയ്യുന്ന ഒരു വർക്കിംഗ് വുമണെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. വൈൽ ഫീലിംഗ് ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ഹർ ലൈഫ് ആൻഡ് നെഗ്ലക്റ്റഡ് ബൈ ഹർ ഹസ്ബൻഡ്. ലൈഫ് അവരെ ഡിസാറ്റിസ്ഫൈ ചെയ്തിരിക്കുകയാണ്, ഭർത്താവിനാൽ അവർ അവഗണിക്കപ്പെട്ടിരിക്കുകയാണ്. മഹേന്ദ്രനാഥാണ് ഭർത്താവ്. എ ഫെയിൽഡ് എന്റർപ്രണർ, ഒരു സംരംഭകനാണ് അയാള്. ഫെയിൽഡ് എന്റർപ്രണർ ആണ്. ഓൺടർപ്രണർ എന്നാണ് നമ്മൾ പറയുന്നത്. ഓൺടർപ്രണർ, സംരംഭകൻ. The play explores the breakdown of relationships. ഈ പ്ലേ എക്സ്പ്ലോർ ചെയ്യുന്നത് ബ്രേക്ക് ഡൗൺ ഓഫ് റിലേഷൻഷിപ്സ് ആണ്. റിലേഷൻഷിപ്സിന്റെ ബ്രേക്ക് ഡൗൺ ആണ്. ഐഡന്റിറ്റി ക്രൈസിസ് ആൻഡ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ട്രഡീഷണൽ പാട്രിയാർക്കൽ സ്ട്രക്ചേഴ്സ് ആൻഡ് മോഡേൺ ലൈഫ്. ഈ പ്ലേ എക്സ്പ്ലോർ ചെയ്യുന്നത് ബ്രേക്ക് ഡൗൺ ഓഫ് റിലേഷൻഷിപ്സ് ആണ്. റിലേഷൻഷിപ്സിന്റെ ബ്രേക്ക് ഡൗൺ. ഐഡന്റിറ്റി ക്രൈസിസ്, തങ്ങൾ ആരാണെന്ന് അവരവർക്ക് മനസ്സിലാവാത്ത തരത്തിലുള്ള ഒരു ക്രൈസിസിലൂടെ കടന്നു പോകുന്നു. And conflict between traditional patriarchal structures and modern life. As such, family member, including their children, deals with their own form of discontent. അല്ലെങ്കിൽ ഡിസ്കണ്ടന്റിലാണ് എല്ലാവരും ഒരു സംതൃപ്തി ഇല്ലാത്ത തരത്തിലുള്ള ലൈഫാണ് ലീഡ് ചെയ്യുന്നത്. സെൻട്രൽ കോൺഫ്ലിക്റ്റ്, മെയിൻ ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് the central conflict, the place core tension arises from the disconnect between families' traditional expectations and their current reality. ഫാമിലി പരമ്പരാഗതമായിട്ട് എന്താണ് വിശ്വസിച്ചിരുന്നത്, പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് മെയിൻ ആയിട്ട് അറൈസ് ചെയ്യുന്നത്. സാവിത്രി ഈസ് ബ്രെഡ് വിന്നർ. അവിടുത്തെ ഫാമിലിയിലെ ബ്രെഡ് വിന്നർ അവരാണ്. എന്ന് പറഞ്ഞാൽ എന്താ, അവരാണ് ഫിനാൻഷ്യലി എന്തെങ്കിലും ഉണ്ടാക്കുന്ന ഒരു സ്ത്രീ. Savitri is a breadwinner, but her husband Mahendranath fails to provide financially provide ചെയ്യാൻ ഭർത്താവ് പരാജയപ്പെടുന്നു. And emotionally leading to constant argument. അവിടെ ഇമോഷണലി ലീഡിങ് ടു കോൺസ്റ്റന്റ് ആർഗ്യുമെന്റ് വീട്ടിലുണ്ടാകുന്നു. എപ്പോഴും തർക്കങ്ങൾ, വാദങ്ങൾ, പ്രതിവാദങ്ങൾ ഉണ്ടാകുന്നു. സാവിത്രി സ്ട്രഗിൾ ചെയ്യുന്നു.
ആസ് ദ സോൾ ഏണർ, ഏക വീട്ടിലെ വരുമാനം കിട്ടുന്നയാള് സാവിത്രിയാണ്. ആസ് ദ സോൾ ഏണർ സാവിത്രി ഏൺസ് ഫോർ ഇമോഷണൽ കണക്ഷൻ ആൻഡ് എ ബെറ്റർ ലൈഫ്. ഇമോഷണലി ഒരു സപ്പോർട്ട് കിട്ടാനായിട്ട് അവൾ ആഗ്രഹിക്കുന്നു, ആൻഡ് ബെറ്റർ ലൈഫ് ലീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഫീലിംഗ് ട്രാപ്ഡ് ബൈ ഹർ സർക്കംസ്റ്റാൻസസ്, പക്ഷെ അവളുടെ സാഹചര്യങ്ങളാൽ ട്രാപ്ഡ് ആവുന്നു, കെണിയപ്പെടുന്നു. ആൻഡ് സൊസൈറ്റിയിൽ എക്സ്പെക്ടേഷൻസ് ഫോർ വിമൻ, സ്ത്രീകളെ കൊണ്ട് എന്താണ് പ്രതീക്ഷിക്കുന്നത്, സൊസൈറ്റിയെ എക്സ്പെക്ട് ചെയ്യുന്ന എന്താണ് അവരെ കുറിച്ച്. കണക്ഷൻ ഫോർ എ ബെറ്റർ ലൈഫ്, ഫീലിംഗ് ട്രാപ്ഡ് ബൈ ഹർ സർക്കംസ്റ്റാൻസസ് ആൻഡ് സൊസൈറ്റൽ എക്സ്പെക്ടേഷൻസ് ഫോർ വിമൻ. ഹർ ഡിസാറ്റിസ്ഫാക്ഷൻ ഈസ് എ ഡ്രൈവിംഗ് ഫോഴ്സ് ഇൻ ദ പ്ലേ. അവളുടെ അസംതൃപ്തി പ്ലേയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന മെയിൻ ആയിട്ടുള്ള ഫോഴ്സ് അവളുടെ ഡിസാറ്റിസ്ഫാക്ഷൻ ആണ്. ദ ഫാമിലീസ് ഡിസ്ഫങ്ഷൻ, ദ ഫാമിലി ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ ബ്രേക്ക് ഡൗൺ ഇൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇമോഷണൽ ടെർമോയിൽ. ഫാമിലി ക്യാരക്ടറൈസ് ചെയ്യുന്നത് ബ്രേക്ക് ഡൗൺ ആണ്, കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഡൗൺ അവിടെ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ എന്താ, കമ്മ്യൂണിക്കേഷൻ ഇല്ല. ആൻഡ് ഇമോഷണൽ ടെർമോയിൽ, ഇമോഷണലി എല്ലാവരും ഡിസ്ട്രോയിഡ് ആവുന്നു, ആകെ പ്രോബ്ലം ആവുന്നു. മഹേന്ദ്രനാഥ് എന്ന് പറയുന്നത് ഫെയിൽഡ് ഓണ്ടർപ്രണർ ആണ്, ഹു ഈസ് എ സോഴ്സ് ഓഫ് ഫ്രസ്ട്രേഷൻ ഫോർ ഹിസ് വൈഫ് ആൻഡ് ചിൽഡ്രൻ. അയാൾ എപ്പോഴും സോഴ്സ് ഓഫ് ഫ്രസ്ട്രേഷൻ, വീട്ടുകാർക്ക് നിരാശയും ദേഷ്യവും ഉണ്ടാക്കുന്ന തരത്തിലുള്ള, ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്ന, നിരാശ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ആളാണ്. A failed entrepreneur who is a source of frustration for his wife and children. The family's dysfunction, the family is characterized by a breakdown in communication and emotional turmoil. Mahendranath, the failed entrepreneur, who is a source of frustration for his wife and children. Children, Ashok. The unemployed and rebellious son ആണ് അശോക് എന്ന് പറഞ്ഞ. ബിന്നി എന്ന് പറഞ്ഞ ഡോട്ടർ who elopes and returns, causing further marital strain. Kinney, the rebellious teenager who seeks attention through her disruptive behavior. ചിൽഡ്രൻ അശോക് ഉണ്ട്, അൺഎംപ്ലോയിഡ് ആൻഡ് റിബല്യസ് ആണ് അശോക്. ബിന്നി എന്ന് പറയുന്ന ഡോട്ടർ ഹു എലോപ്പ് ചെയ്ത് അവിടെ നിന്ന് പോയതാണ് അവൾ, എന്നിട്ട് പിന്നെ റിട്ടേൺ ചെയ്തു, കോസിങ് ഫർദർ മാരിറ്റൽ സ്ട്രെയിൻ. കിന്നി എന്ന് പറയുന്നത് റിബല്യസ് ടീനേജർ ആണ്, ഹു സീക്സ് അറ്റൻഷൻ ത്രൂ ഹെർ ഡിസ്റപ്റ്റീവ് ബിഹേവിയർ. Underlying theme of the play. Each character grapples with their own sense of identity in a society that is changing but still holds to old values. Underlying theme എന്താണ്? Each character grapples with their own sense of identity. Each character grapples with their own sense of identity in a society that is changing but still holds on to old values. ഓരോ ക്യാരക്ടറും ഗ്രാപ്പിൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വിത്ത് ദെയർ ഓൺ സെൻസ് ഓഫ് ഐഡന്റിറ്റി, അതായത് അവർക്ക് അവരുടെ ഐഡന്റിറ്റി കണ്ടെത്താനായിട്ട് പറ്റുന്നില്ല. ഈച്ച് ക്യാരക്ടർ ഫൈൻഡ്സ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ദെയർ ഐഡന്റിറ്റി ഇൻ എ സൊസൈറ്റി ദാറ്റ് ഈസ് ചേഞ്ചിങ് ബട്ട് സ്റ്റിൽ ഹോൾഡ്സ് ഓൺ ഇറ്റ്സ് ഓൾഡ് വാല്യൂസ്. പഴയ വാല്യൂസിനെ മുറുകെ പിടിച്ചിരിക്കുന്ന ഫാമിലി, പക്ഷെ ദേ ആർ നോട്ട് ഏബിൾ ടു അഡ്ജസ്റ്റ് വിത്ത് ദെയർ പ്രസന്റ് സിറ്റുവേഷൻ. അടുത്തത് ബ്രേക്കിംഗ് പോയിന്റ് ആണ്. ദ പ്ലേ ക്യാപ്ചേഴ്സ് the breaking down of a middle class household due to unemployment, financial disparity and moral decay. അപ്പൊ ധാർമ്മിക ച്യുതി അവിടെ സംഭവിക്കുന്നുണ്ട്. അൺഎംപ്ലോയ്മെന്റ് ആണ് അവിടെ ഉള്ളത്. ഫിനാൻഷ്യൽ ഡിസ്പാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പത്തിക ഭദ്രതയില്ലായ്മ, ഡിസ്പാരിറ്റി, ആ ഒരു വേർതിരിവ്. The play captures the breaking down of a middle class household due to unemployment, financial disparity and moral decay. Social critic. Halfway House is a critic of the social structures of its time, exploring the challenge of living with the outdated traditions in a modern world. സോഷ്യൽ ക്രിട്ടിക് ആണ് ഈ ഹാഫ്വേ ഹൗസ് എന്ന് പറയുന്ന പ്ലേ. ഒരു സോഷ്യൽ ക്രിട്ടിക് ആണെന്ന് പറഞ്ഞ സാമൂഹിക വിമർശന ഒരു ഇത്തരത്തിലുള്ള പ്ലേ ആണ്. ഹാഫ്വേ ഹൗസ് ഇസ് എ ക്രിട്ടിക് ഓഫ് ദ സോഷ്യൽ സ്ട്രക്ചേഴ്സ് ഓഫ് ഹിസ് ടൈം, എക്സ്പ്ലോറിംഗ് ദ ചലഞ്ചസ് ഓഫ് ലിവിങ്, ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലുള്ള ചലഞ്ചസ്, വെല്ലുവിളികൾ, വിത്ത് ഔട്ട്ഡേറ്റഡ് ട്രഡീഷൻസ് ഇൻ മോഡേൺ വേൾഡ്. കാലഹരണപ്പെട്ട പരമ്പരാഗത രീതികൾ മോഡേൺ വേൾഡിൽ അതെങ്ങനെ പ്രാപ്യമാകുന്നു. ഹാഫ്വേ ഹൗസ് ഈസ് എ ഫേമസ് ഹിന്ദി പ്ലേ റിട്ടൺ ബൈ മോഹൻ രാഗേഷ്. മോഹൻ രാഗേഷ് എഴുതിയ പ്ലേ ആണ് ഹാഫ്വേ ഹൗസ്. The play revolves around the complexities of human relationships. ഹ്യൂമൻ റിലേഷൻഷിപ്സിന്റെ കോംപ്ലക്സിറ്റീസിലൂടെയാണ് പ്ലേ കടന്നു പോകുന്നത്. പർട്ടിക്കുലർലി ഫോക്കസിങ് ഓൺ ദ സ്ട്രഗിൾസ് ആൻഡ് കോൺഫ്ലിക്ട്സ് വിത്തിൻ
ദ മിഡിൽ ക്ലാസ് ഫാമിലി, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ കോൺഫ്ലിക്റ്റും സ്ട്രഗിൾസും ആണ് അതിൽ പറയുന്നത്. ഹാഫ് എ ഹൗസ് ഈസ് എ ഫേമസ് ഹിന്ദി പ്ലേ റിട്ടൺ ബൈ മോഹൻ രാഗേഷ്. ദ പ്ലേ റിവോൾവ്സ് അറൌണ്ട് ദ complexities of human relationships, particularly focusing on the struggles and conflicts within a middle class family. The story is set in post-independence India. Story set ചെയ്തിരിക്കുന്നത് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമുള്ള കാലഘട്ടത്താണ്. The story is set in post-independence India and follows Savitri, a middle-aged woman who is dissatisfied with her life and relationships. അപ്പൊ എന്താണ്, ലൈഫിനാല് ഡിസാറ്റിസ്ഫൈഡ് ആയ, റിലേഷൻഷിപ്സിന് ഡിസാറ്റിസ്ഫൈഡ് ആയ ഒരു സ്ത്രീയാണ് പോർട്രേറ്റ് ചെയ്യുന്നത്. സ്റ്റോറി സെറ്റ് ടു പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ ആൻഡ് ഫോളോ സാവിത്രി, എ മിഡിൽ ഏജ്ഡ് വുമൺ ഹു ഈസ് ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ഹർ ഫാമിലി life and relationships. She feels unfulfilled in her marriage with മഹേന്ദ്ര. ഭർത്താവുമായിട്ടുള്ള ജീവിതത്തിൽ അൺഫുൾഫിൽഡ് ആയിട്ടാണ് അവർക്ക് തോന്നുന്നത്, ഒരു പൂർത്തീകരണവും ഇല്ലാത്ത പോലെ തോന്നുന്നത്. ഷീ ഫീൽസ് അൺഫുൾഫിൽഡ് ഇൻ ഹർ മാരേജ് വിത്ത് മഹേന്ദ്ര, എ സീമിംഗ്ലി സക്സസ്ഫുൾ ഗവൺമെന്റ് എംപ്ലോയി. അയാളൊരു ഗവൺമെന്റ് എംപ്ലോയി ആണ്, തോന്നപ്പെടും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഗവൺമെന്റ് എംപ്ലോയി എന്ന് തോന്നുന്ന തരത്തിലുള്ള ആളാണ് മഹേന്ദ്ര. മഹേന്ദ്ര ഓൺ ദി അതർ ഹാൻഡ് ഈസ് ഇൻവോൾവ് ഇൻ ആൻ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ വിത്ത് എ യങ്ങർ വുമൺ. ഒരു യങ്ങർ വുമണുമായിട്ട് അവൻ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നുണ്ട്. Mahindra, on the other hand, involved in an extramarital affair with a younger woman. Their son Ashok, Savitriയുടെ മഹീന്ദ്രയുടെയും സണ്ണായ അശോക്, ഈസ് റിബല്യസ് ആൻഡ് ഡിസ്കണ്ടന്റഡ് വിത്ത് ഹിസ് ഫാമിലി സിറ്റുവേഷൻ. ഫാമിലിയിലെ സിറ്റുവേഷൻ അവനെ ഡിസ്കണ്ടന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവനൊന്നിലും സംതൃപ്തി ഇല്ലാതെയാണ് മുന്നോട്ട് പോകുന്നത് ഫാമിലി റിലേഷൻഷിപ്പില്. As the play unfolds, the audience witnesses dysfunction and emotional turmoil within the family. ഫാമിലിയിൽ അപ്പടി ഡിസ്കംഫർട്ടാണ്, ഇമോഷണൽ ടെർമോയിലാണ്. സാവിത്രി ഡിസയേഴ്സ് ഇന്റിമസി ആൻഡ് ഇമോഷണൽ കണക്ഷൻ വിത്ത് ഹസ്ബൻഡ്. ഹസ്ബൻഡുമായിട്ട് അവൾ ആഗ്രഹിക്കുന്നത് ഇന്റിമസി, ഇമോഷണൽ കണക്ഷനും ആഗ്രഹിക്കുന്നു വിത്ത് ഹസ്ബൻഡ്, ബട്ട് ഫീൽസ് നെഗ്ലക്റ്റഡ് ആൻഡ് ഐസൊലേറ്റഡ്. പക്ഷെ ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഇമോഷണൽ സപ്പോർട്ട് കിട്ടുന്നില്ല, അവൾ നെഗ്ലക്ട് ചെയ്യപ്പെടുകയും ഐസൊലേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. മഹേന്ദ്ര ഈസ് ടോൺ ബിറ്റ്വീൻ ഹിസ് റെസ്പോൺസിബിലിറ്റീസ് ടുവേഴ്സ് ഹിസ് ഫാമിലി. ഫാമിലിയോടുള്ള റെസ്പോൺസിബിലിറ്റി മഹേന്ദ്രയെ കുറച്ച് ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. As the play unfolds, the audiences witnesses dysfunction and emotional turmoil within the family. Savitri desires intimacy and emotional connection with her husband, but feels neglected and isolated. ഏകാഗിയായ ലൈഫാണ് അവള് ലീഡ് ചെയ്യുന്നത്. മഹേന്ദ്ര ഈസ് ടോൺ ബിറ്റ്വീൻ റെസ്പോൺസിബിലിറ്റീസ് ടുവേർഡ്സ് ഹിസ് ഫാമിലി ആൻഡ് ഹിസ് ഡിസയേഴ്സ് ഫോർ ഫ്രീഡം. ഹി വാണ്ട്സ് ടു ഹാവ് ഡിസയേഴ്സ് ഫോർ ഫ്രീഡം ആൻഡ് പാഷൻ. ഫ്രീഡത്തിന് ആഗ്രഹിക്കുന്നു, അയാളെ വൈകാരികമായി വേറൊരു തലത്തിലാണ്. മീൻവൈൽ അശോക് സ്ട്രഗിൾസ് വിത്ത് ഐഡന്റിറ്റി ഇഷ്യൂസ് ആൻഡ് റിബൽസ് അഗൻസ്റ്റ് ദ ട്രഡീഷണൽ വാല്യൂസ് റെപ്രസെന്റഡ് ബൈ ഹിസ് പേരൻസ്. ഇതേ സമയം അശോക് സ്ട്രഗിൾസ് വിത്ത് ഐഡന്റിറ്റി ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ അവന് ആരാണെന്ന് തന്നെ മനസ്സിലാകാത്ത തരത്തിലുള്ള ഇഷ്യൂസിലൂടെ കടന്നു പോകുന്നു. ആൻഡ് റിബൽ ആകുന്ന ഒരു വിപ്ലവകാരിയുടെ രീതിയാണ് അവൻ പ്രകടിപ്പിക്കുന്നത്. റിബൽസ് അഗൻസ്റ്റ് ദ ട്രഡീഷണൽ വാല്യൂസ് റെപ്രസെന്റഡ് ബൈ ഹിസ് പേരൻസ് റെപ്രസെന്റ് ചെയ്യുന്ന ട്രഡീഷണൽ വാല്യൂവിനോട് അവൻ റിബൽ ചെയ്യുന്നു. The characters in Half a House are trapped in a cycle of discontent and yearning for something more meaningful in their lives. ലൈഫിൽ എന്തെങ്കിലും മീനിങ്ഫുൾ ആയി എന്തെങ്കിലും എത്തിച്ചേരുന്നതിനെ പറ്റി ഹാഫ് എ ഹൗസിലെ കഥാപാത്രങ്ങളെല്ലാം ചിന്തിക്കുന്നു. The characters in Half a House are trapped in a cycle of discontent and yearning for something more meaningful in their lives. They grapple with the societal complexities and psychological depths of his characters, highlighting themes of alienation, disillusionment, and a search for society. The characters in Half a House are trapped in a cycle of discontent and yearning for something more meaningful in their lives. തങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അർത്ഥപൂർണതയുള്ളൊരു ജീവിതത്തിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്നത്. ഗ്രാപ്പിൾ വിത്ത് സൊസൈറ്റൽ കോംപ്ലക്സിറ്റി. സൊസൈറ്റിയുടെ സങ്കീർണത അവരെ കഷ്ടത്തിലാക്കുന്നു, അല്ലെങ്കിൽ സങ്കീർണമായ സൊസൈറ്റി ആയിട്ടാണ് അവർ ഫീൽ ചെയ്യുന്നത്. ഡെപ്സ് ഓഫ് ഹിസ് ക്യാരക്ടേഴ്സ് ഹൈലൈറ്റിംഗ് themes of alienation, disillusionment, and the search for society. They grapple with the moment.
They grapple with societal complexities and psychological depths of his characters, highlighting themes of alienation. Play highlight ചെയ്യുന്ന themes of alienation ഉണ്ട്, disillusionment ഉണ്ട്, and the search for സൊസൈറ്റിക്ക് വേണ്ടിയുള്ള സെർച്ച്. Overall, Halfway House is a poignant exploration of human condition. ഹ്യൂമൻ കണ്ടീഷനെ പറ്റിയുള്ള വളരെ തീവ്രമായ ഒരു എക്സ്പ്ലോറേഷനാണ്, ഒരു പര്യടനമാണ് Halfway House, reflecting the challenges faced by individuals in navigating the complexities of family life. ഇതിൽ ഇൻഡിവിജ്വൽസ് ഫാമിലി ലൈഫിന്റെ കോംപ്ലക്സിറ്റീസിലൂടെ കടന്നു പോകുന്നു, സങ്കീർണതകളിലൂടെ കടന്നു പോകുന്നു. സൊസൈറ്റൽ നോംസ്, സൊസൈറ്റി എന്താണ് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത്, അതിലൂടെ കടന്നു പോകുന്നു. പേഴ്സണൽ ആസ്പിറേഷൻസ്, പേഴ്സണൽ ആയിട്ടുള്ള അഭിലാഷങ്ങളിലൂടെ കടന്നു പോകുന്നു. മോഹൻ രാഗേഴ്സ് ഇൻസൈറ്റ്ഫുൾ പോർട്രയൽ ഓഫ് ദീസ് തീംസ് മേക്സ് ദ പ്ലേ എ കമ്പലിംഗ് ആൻഡ് എൻഡ്യൂറിംഗ് പീസ്. മോഹൻ രാഗേഷിന്റെ ഇൻസൈറ്റ്ഫുൾ പോർട്രയൽ, വളരെ ഇൻസൈറ്റ്, ഉൾക്കാഴ്ചയോടുകൂടിയുള്ള പോർട്രയൽ ഓഫ് ദീസ് തീംസ് മേക്സ് ദ പ്ലേ എ കമ്പലിംഗ് ആൻഡ് എൻഡ്യൂറിംഗ് പീസ്. വളരെയധികം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തീമുള്ള പ്ലേ ആക്കി ഇതിനെ നിലനിർത്തുന്നു. ഇൻ ലിറ്ററേച്ചർ ഇൻ ദ റം ഓഫ് ഇന്ത്യൻ ഡ്രാമ, ഇന്ത്യൻ ഡ്രാമയുടെ ആ ഒരു തലത്തില് വളരെ എൻഡ്യൂറിംഗ് പീസ് ആയിട്ട് ഈ ഡ്രാമ നിലനിൽക്കുന്നു. ഹാഫ് വേ ഹൗസ്. വിമൻ ആൻഡ് സൊസൈറ്റി ഇതിൽ പറയുന്നുണ്ട്. വിമൻ ആൻഡ് സൊസൈറ്റിയെ പറ്റി പ്ലേ പറയുന്നുണ്ട്. As we know in earlier chapters that Halfway House is a play focuses a conflict between the house master and house mistress, who is single earner in the house. Their particular positions in such context direct strange pressures, like housemaster Mahendranath feels disabled even in conversing with his wife, and on the other hand the wife thinks that why her husband is so shy and meek that he has no depend on others for his every need. He has to depend on others, Juneja, for everything he need. Their odd attitude towards each other give birth to another queries related to gender role in reference to society. Further in the chapter we shall discuss it, but more formerly we discuss the fundamental domestic harmony of Indian household. Women and society. As we know in earlier chapters, the Halfway House is a play focuses a conflict between house master and house mistress, who is the single earner in the house. House master house mistress പറ്റി പറയുന്നു. സിംഗിൾ ഏണർ ആരാണ്? സാവിത്രി. Their particular positions in such contexts erect strange pressures, like the housemaster Mahendranath feels disabled even in conversing with his wife. ഭാര്യയുമായിട്ട് സംസാരിക്കാൻ പോലും കഴിയാത്ത ആളായിട്ടാണ് മഹേന്ദ്രനാഥിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. And on the other hand, the wife thinks that why his husband is so shy and meek. എന്താ ഇത്ര ഷൈ ആയിട്ടിരിക്കുന്നത്, and meek, and he has to depend to others, Juneja, for every need, for his every need. ഓരോ ആവശ്യങ്ങൾക്കും വേണ്ടി ജുനേജ എന്ന് പറയുന്ന ഫ്രണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നതൊക്കെ എന്താണെന്നാണ് സാവിത്രി ചിന്തിക്കുന്നത്. Their odd attitude towards each other give birth to another queries related to gender roles. ഓരോ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ അവരുടെ റോൾ എന്താണെന്നുള്ള ഒരു തലത്തിലേക്ക് ഇവിടെ ചോദ്യം ഉയരുന്നു. ഇൻ റിഫറൻസ് ടു ദ സൊസൈറ്റിയിലെ സ്ത്രീയുടെ റോൾ എന്താണ്, പുരുഷന്റെ റോൾ എന്താണെന്നുള്ള തരത്തിലേക്ക് ചോദ്യം ഉയരുന്നു. ഫർദർ ഇൻ ദിസ് ചാപ്റ്റർ വി ഷാൽ ഡിസ്കസ് ഇറ്റ്, ബട്ട് ഫോർമർലി വി ഡിസ്കസ് ദ ഫണ്ടമെന്റൽ ഡൊമസ്റ്റിക് ഹാർമണി ഇൻ ഇന്ത്യൻ ഹൗസ് ഹോൾഡ്. അപ്പൊ ഫണ്ടമെന്റലി ഡൊമസ്റ്റിക് ഹാർമണി ഉണ്ടാകേണ്ടതാണ് ഇന്ത്യൻ ഹൗസ് ഹോൾഡില്, ഇന്ത്യൻ സമൂഹത്തിലെ വീടുകളില് ഡൊമസ്റ്റിക് ഹാർമണി ഉണ്ടാകേണ്ടതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മോഹൻ രാഗേഴ്സ് ഹാഫ്വേ ഹൗസ് represents the life in the post-independence India. മോഹൻ രാഗേഷിന്റെ ഹാഫ്വേ ഹൗസ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ പല തലങ്ങളിലായിട്ടാണ് നീണ്ടുപരന്ന് കിടക്കുന്നത് കേട്ടോ. മോഹൻ രാഗേഴ്സ് ഹാഫ്വേ ഹൗസ് represents the life in the post-independent India. In this chapter, we will discuss all aspects of drama, including enactment, characterization, visualization.
We will also discuss the broader picture of representations through other literary forms such as fiction. Mohan Ragesh has used the fictional mode in his writing extensively. Also, there is a significant interaction between his plays and other writing, including novel. In this chapter, we will discuss all these literary and social aspects. മോഹൻ രാഗേഷിന്റെ ഹാഫ് എ ഹൗസ് റെപ്രസെന്റ് ചെയ്യുന്നത് ലൈഫ് ഇൻ ദ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ, സ്വാതന്ത്ര്യം നേടിയ ശേഷമുള്ള ഇന്ത്യ കാലത്തെ കഥയാണ്. ഈ ചാപ്റ്ററിൽ വി വിൽ ഡിസ്കസ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ഡ്രാമ ഇൻക്ലൂഡിങ് എനാക്ട്മെന്റ്. ഒരു ഡ്രാമയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എനാക്ട്മെന്റ്, അവതരണം, ക്യാരക്ടറൈസേഷൻ, ക്യാരക്ടറുകൾ പോർട്രേ ചെയ്യുന്നത്, വിഷ്വലൈസേഷൻ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. വി വിൽ ഓൾസോ ഡിസ്കസ് ദ ബ്രോഡർ പിക്ചർ ഓഫ് റെപ്രസെന്റേഷൻ ത്രൂ അതർ ലിറ്റററി ഫിക്ഷൻ രീതിയിലുള്ള റൈറ്റിംഗിൽ എങ്ങനെയാണ് റെപ്രസെന്റേഷൻ അതിൽ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. മോഹൻ രാഗേഷ് ഹാസ് യൂസ്ഡ് ഫിക്ഷണൽ മോഡ് ഇൻ ഹിസ് റൈറ്റിംഗ് എക്സ്റ്റെൻസീവ്ലി. തന്റെ റൈറ്റിംഗിൽ ഫിക്ഷണൽ മോഡ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. There is a significant interaction between his plays and other writing, including novel. In this chapter, we will discuss all these literary and സോഷ്യൽ ആസ്പെക്ട്സ്. എല്ലാവിധ സോഷ്യൽ ആസ്പെക്ട്സിനെ നമ്മൾ ഇതിലൂടെ പോർട്രേ ചെയ്യുന്നു. One man playing 5 different roles is a unique device introduced by. What is the significance of an actor playing 5 roles in half a house? One man playing 5 different roles. ഒരാൾ പ്ലേ ചെയ്യുന്ന 5 different roles is a unique device introduced by Mohan Ragesh in his modern play Half a House. The point which the playwright makes through this device is to show how conveniently and according to one's convenience the same man can put on different masks according to the situation which he has placed. അപ്പം ഒരു മനുഷ്യൻ ഡിഫറെൻറ്റ് മാസ്ക് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പ്ലേസ് ചെയ്യുന്ന മുഖത്ത് അല്ലെങ്കിൽ ആക്ടിങ്ങിൽ. However, the modern Indian playwright has attempted to liberate drama from heavy symbolism, use of masks and other conventional theoretical devices. It seems that for Mohan Ragesh, the struggles of the common man have become recurrent theme in the play. ഒരു സാധാരണ വ്യക്തി അനുഭവിക്കുന്ന സ്ട്രഗിൾസ് ആണ് റിക്കറന്റ് ആയിട്ട് ആവർത്തിച്ചിരുന്ന തീം ഇൻ ദിസ് പ്ലേ. Therefore, he left the device of using masks and used the same actor for 5 male characters. സെയിം ആക്ടറെ 5 മെയിൽ ക്യാരക്ടേഴ്സ് അവതരിപ്പിക്കാനായിട്ട് അദ്ദേഹം വിടുന്നു. The device one man playing 5 different roles implies that the emphasis is on human situation which has been projected through a set of human beings and not so much on those whose agents themselves. The individual does not a single conventionality, but each individual behaves alike in a given situation. ഓരോ ഇൻഡിവിജ്വൽസും ബിഹേവ് ചെയ്യുന്നത് ഒരേപോലെയാണ് ഗിവൺ സിറ്റുവേഷനിൽ നിന്ന് ഇതിലൂടെ പറയുന്നു. ഹാഫ് എ ഹൗസ് എൻഡ്സ് അറ്റ് ദ സെയിം പോയിന്റ് വെയർ ഇറ്റ് ബിഗാൻ. അത് ആരംഭിച്ച പോലെ തന്നെയാണ് അവസാനിക്കുന്നത്. ദ പ്ലേ ഈസ് അബൌട്ട് എ സെർച്ച് ഫോർ മീനിങ് ആൻഡ് ഐഡന്റിറ്റി. അർത്ഥത്തിനും ഐഡന്റിറ്റിക്കും ഉള്ള ഒരു സെർച്ച് ആയിരുന്നു പ്ലേ. ഇറ്റ് ക്യാൻ ബി വ്യൂഡ് ആസ് ആൻ എക്സ്പ്ലോറേഷൻ ഓഫ് മീനിങ് ആൻഡ് ഐഡന്റിറ്റി ഇൻ ദ turmoil of changing social and familial structures. ഫാമിലി സ്ട്രക്ചേഴ്സിൽ വരുന്ന ചേഞ്ചസ്, അതിൽ വരുന്ന ഡിസ്ട്രക്ഷൻസ്, അതിൽ വരുന്ന എക്സ്പ്ലോറേഷൻ, അതിൽ മീനിങ്, ഐഡന്റിറ്റി, ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. One man playing 5 different roles is a unique device introduced by Mohan Ragesh in the modern play. One man playing different roles. Half a house. The point which the playwright makes through this device is to show how conveniently and according to one's convenience the same man can put on different masks according to the situation which he is placed. ഒരു മാൻ ഡിഫറെന്റ് മാസ്ക് പുട്ട് ചെയ്യുന്നു സിറ്റുവേഷൻ അനുസരിച്ച്. However, the modern Indian playwright has attempted to liberate drama from heavy symbolism, use of masks and other conventional theoretical devices. It seems that for Mohan Ragesh, the struggles of the common man have become a recurrent theme in his play. Therefore, he left device of using masks and used the same actor for 5 male characters.
The device, one man playing 5 different roles, implies that emphasis is on human situation which has been projected through a set of human beings. ഒരു സെറ്റ് ഓഫ് ഹ്യൂമൻ ബീങ്സിലൂടെ അവരുടെ റെപ്രസെൻറ്റേഷൻ പ്രൊജക്റ്റ് ചെയ്യുന്നു. ആൻഡ് നോട്ട് സോ മച്ച് ഓൺ ദ ഹ്യൂമൻ ഏജൻസ് ദംസെൽസ്. ദെയർഫോർ ഈച്ച് ഇൻഡിവിജ്വൽ ഡസ് നോട്ട് വാണ്ട് എ സിംഗിൾ കൺവെൻഷണൽ ഐഡന്റിറ്റി. ഓരോ ഇൻഡിവിജ്വലും ആവശ്യമില്ലെന്ന് സിംഗിൾ കൺവെൻഷണൽ ഐഡന്റിറ്റി. ബട്ട് ഈച്ച് ഇൻഡിവിജ്വൽ ബിഹേവ്സ് alike in a given situation. ഒരു given situationൽ each individual behaves alike. Half a house ends at the same point where it began. The play is about the search for meaning and identity. It can be viewed as an exploration of meaning and identity in the turmoil of changing social and familial situations. Mohan Ragesh's play, Half a House, the main character Savitri. Issues of marriage in Mohan Ragesh's play, Issues of Marriage. Post-independence, the relationships underwent radical change. Man and woman remained no longer interdependent in the old way. As men are taking care of the outside world and women taking care of household works, being the custom in the orthodox household. Post-independence, the relationship underwent radical change. പോസ്റ്റ് ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള കാലഘട്ടത്ത് റിലേഷൻഷിപ്സ് സമൂലമായ മാറ്റത്തിന് വിധേയമായി. മാൻ ആൻഡ് വുമൺ റിമെയിൻഡ് നോ ലോങ്ങർ ഇന്റർഡിപെൻഡന്റ് ഇൻ ഓൾഡ് വേ. പണ്ടത്തെ രീതിയിൽ ആ മാനും വുമണും ഡിപ്പെൻഡന്റ് അല്ല. ആസ് മെൻ ആർ ടേക്കിംഗ് കെയർ ഓഫ് ഔട്ട്സൈഡ് വേൾഡ്. ആണുങ്ങൾ പുറത്തുപോയി ജോലി ചെയ്യുന്ന വിമൻ ടേക്കിംഗ് കെയർ ഓഫ് ദ ഹൗസ് ഹോൾഡ് വർക്ക്സ് കാലമൊക്കെ മാറി. ബീങ് ദ കസ്റ്റം ഇൻ ദ ഓർത്തഡോക്സ് ഹൗസ് ഹോൾഡിൽ അങ്ങനെയായിരുന്നു. എ സെൻസ് ഓഫ് ഇക്വാലിറ്റി, ടുഗദർനെസ് ആൻഡ് കമ്പാനിയൻഷിപ്പ് ഹാസ് ടേക്കൺ പ്ലേസ് ഇൻ ദിസ് ടൈം. അപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടം സെൻസ് ഓഫ് ഇക്വാലിറ്റി ഉണ്ട്, സമത്വത്തിന്റെ ഒരു സെൻസ് ഉണ്ട്, ടുഗദർനെസ് ഉണ്ട്, ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ളതുണ്ട്. ആൻഡ് കമ്പാനിയൻഷിപ്പ് ഹാസ് ടേക്കൺ പ്ലേസ് ഇൻ ദിസ് ടൈം. ഇൻ ദ 1950s and 1960s there would be complexities, stalemates and crises. Ragesh struggled with issues as time passed and struggled to articulate his response to difficulties. ഈ ഹാഫ് എ ഹൗസിനെ ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് എക്സ്ചേഞ്ച് എന്ന് പറയാം. ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ്, താല്പര്യങ്ങൾ തമ്മിൽ കൂട്ടിയിടി. ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് എക്സ്ചേഞ്ച്. ഹാഫ് എ ഹൗസ് ഹാസ് used a technique of democratic exchange between two or more parties, but one character is appointed as the head and the other a helpless speaker who is not taken seriously by the family, friends and society. In the play, clashes of changes and views take the people involved into the wider world of relationships, divorces, struggles, etc. The use of poetic and philosophical language is not good in the drama. Present the reality in short and long fiction as distinct from that in drama by Mohan Ragesh. When the individuals fail to exist in the world they want to, then they start criticizing the world. They are filled with remorse and bitterness and blame the period and involved in self-pity. എന്താ പറയുന്നത്? വെൻ ദ ഇൻഡിവിജ്വൽസ് ഫെയിൽ ടു എക്സിസ്റ്റ് ഇൻ ദ വേൾഡ്, ഈ ലോകത്ത് നിലനിൽക്കുന്നതിൽ പരാജയപ്പെടുമ്പോ ദേ വാണ്ട് ടു, ദെൻ ദേ സ്റ്റാർട്ട് ക്രിട്ടിസൈസിങ് ദ വേൾഡ്. അവർ ലോകത്തെ ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങും. ദേ ആർ ഫിൽഡ് വിത്ത് റിമോഴ്സ്, അവർ പശ്ചാത്താപ വിവശരാകും. ആൻഡ് ബിറ്റർനെസ് ആൻഡ് ബ്ലെയിം ദ പീരീഡ് അബൌട്ട് ഫുൾഫിൽമെന്റ് ഇൻ മാരേജ്. പീരീഡ് ആൻഡ് ഇൻവോൾവ് ഇൻ സെൽഫ് പിറ്റി. ഇൻ ദിസ് പ്ലേ രാകേഷ് ടോക്കിംഗ് അബൌട്ട് ഫുൾഫിൽമെന്റ് ഇൻ മാരേജ്. മാരേജിലെ ഫുൾഫിൽമെന്റിനെ പറ്റി പറയുന്നു. ഇൻ ന്യൂ സെൽഫ് അസർഷൻ, ഇൻ എ ന്യൂ സറൗണ്ടിങ് ഹി ഇവോൾവ്ഡ് ലവ്, ഓണസ്റ്റി, മ്യൂച്വാലിറ്റി ആൻഡ് സെൽഫ് അസർഷൻ ഇൻ ദ റിലേഷൻഷിപ്സ്. But some other individuals with different circumstances, with different priorities would solve the problem in the process of living. അപ്പൊ എന്താണ്? When the individuals fail to exist in the world, individuals ഈ ലോകത്ത് നിലനിൽക്കുന്നതിൽ പരാജയപ്പെടുമ്പോൾ they want to, then they start criticizing the world. അവർ ലോകത്തെ ക്രിട്ടിസൈസ് ചെയ്യാൻ ആരംഭിക്കും. They are filled with remorse and bitterness. അവരിൽ പശ്ചാത്താപവും ബിറ്റർനെസ്സും കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ. Blame the world, blame the period and involved in self pity. Blame the period, ആ കാലഘട്ടത്തെ അവർ ബ്ലെയിം ചെയ്യും. ഇൻവോൾവ് ഇൻ സെൽഫ് പിറ്റി, അവർ സ്വയം
പരിതപിക്കും. In this play, Ragesh is talking about fulfillment in marriage. ഈ പ്ലേയിൽ രാകേഷ് മാരേജിലെ ഫുൾഫിൽമെന്റിനെ പറ്റിയാണ് പറയുന്നത്. ഇൻ എ ന്യൂ സറൗണ്ടിങ് he would love honesty, mutuality and self-assertion in the relationship. He would in new surrounding, പുതിയ സറൗണ്ടിങ്സില്, പുതിയ പരിസ്ഥിതിയില് he evolved ലവിന്റെ ഒരു ബിഗിനിങ്, ഓണസ്റ്റി, മ്യൂച്വാലിറ്റി ആൻഡ് സെൽഫ് അസേഷൻ ഇൻ റിലേഷൻഷിപ്പ് ഒക്കെ ആവശ്യമാണെന്ന് വളരെ നിർബന്ധമായിട്ടാണ് മോഹൻ രാകേഷ് പറയുന്നത്. രാകേഷ് ഈസ് ഒബ്സസ്ഡ് വിത്ത് ദീസ് കൈൻഡ്സ് ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ഹിസ് റൈറ്റിങ്സ്. തന്റെ റൈറ്റിങ്ങിൽ ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സാണ് അദ്ദേഹം അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ അദ്ദേഹം പോർട്രേ ചെയ്യുന്നത്. എക്സ്പ്ലെയിൻ ദ ഇഷ്യൂസ് മാരേജ് ത്രൂ. അയ്യോ, ഒരു ഇന്ററപ്ഷൻ പറ്റിയത് കേട്ടോ. എക്സ്പ്ലെയിൻ ദ ഇഷ്യൂസ് ഓഫ് മാരേജ് ത്രൂ മോഹൻ രാകേഷ്. അപ്പൊ ഈ പ്ലേയില് ഡ്രമാറ്റിക് ഫോം ഉണ്ട്. മോഹൻ രാകേഷ് presented a few women characters in the play ഹാഫ് എ ഹൗസിൽ വിമൻ ക്യാരക്ടേഴ്സിനെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. സച്ച് ആസ് ബിന്നി, സാവിത്രി, കിന്നി. ബോത്ത് ബിന്നി ആൻഡ് സാവിത്രി ഹാഡ് ലവ്ലെസ് ആൻഡ് സപ്പോർട്ട്ലെസ് മാരേജസ്. ബിന്നിക്കും സാവിത്രിക്കും ലവ്ലെസ് ആയിട്ടുള്ള മാരേജ്, സപ്പോർട്ട്ലെസ് ആയിട്ടുള്ള മാരേജാണ് ഉണ്ടായത്. ബോത്ത് ദ വിമൻ ആർ എലോൺ ആൻഡ് ഡിപ്രസ്ഡ്. രണ്ടുപേരും ഏകരായിരുന്നു, ഡിപ്രസ്ഡും ആയിരുന്നു, നിരാശയായിരുന്നു. സോ സാവിത്രി കൺഫസ്ഡ് ഹെർ ബിട്രയൽ. ദ ഡ്യൂട്ടീസ് ഓഫ് വിമൻ ആർ പെർഫോംഡ് ബൈ ദം. അവര് സ്ത്രീകളുടെ ജോലികളൊക്കെ ചെയ്തിരുന്നു. വെരി വെൽ ഇൻ ദ പ്ലേ, വളരെ നന്നായിട്ട്. സാവിത്രി ഈസ് മാനേജിങ് ഹെർ ഹൗസ് ആസ് വെൽ ആസ് ഹെർ ജോബ്. ജോലിയും വീട്ടുജോലിയും ചെയ്തിരുന്നു, അവളുടെ പുറമെയുള്ള ജോലിയും ചെയ്തിരുന്നു. ഷീ ഈസ് മാനേജിങ് ഹെർ ഹൗസ് ആസ് വെൽ ആസ് ഹെർ ജോബ്. She is trying hard to maintain her position both at workplace and at her home. ഹോമിലും വർക്ക്പ്ലേസിലും തന്റെ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാവിത്രി ശ്രമിച്ചിരുന്നു. But the men, Mahindra and Ashok, were lying ideal at home doing nothing. പക്ഷെ മഹേന്ദ്രനും അശോകും ഒരു ജോലിയും ചെയ്യാതെ ഐഡിയൽ ആയിട്ടിരുന്നു, അലസരായിട്ടിരുന്നു. But the men Mahindra and Ashok were lying ideal at home, doing nothing and asking for due share in respect and honor. For just being a man, Savitri came home tired and saw that the house was not kept clean. Savitri വീട്ടിൽ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ house was not kept clean. This always made her frustrated. അവർ നിരാശയാക്കും. She had been compelled by the situation to move towards other men. അവള് കമ്പൽ ചെയ്യപ്പെട്ടു, മറ്റു പുരുഷന്മാരിലേക്ക് മൂവ് ചെയ്തു. Her husband's ego and her attitude proof not taking care of his kids made her the victim of other men's lustful nature. Her husband's ego and attitude not taking care of his kidsനെ കെയർ ചെയ്യാത്തതൊക്കെ made her the victim of other men's lustful nature. But she and Binny did not pay heed towards Kinni as part of their responsibility. അവർ ബിന്നിയോ അവരോ കിന്നിയുടെ കാര്യത്തിൽ റെസ്പോൺസിബിലിറ്റി എടുത്തിരുന്നത്. ബോത്ത് ബിന്നി ആൻഡ് സാവിത്രി വെർ ഫെഡ് അപ്പ് വിത്ത് ദെയർ ലൈഫ്സ്. അവരുടെ ലൈഫ് അവരെ ഫെഡ് അപ്പ് ചെയ്തിരുന്നു. ഷി ഫേസ്ഡ് ജുനേജ വെരി കോൺഫിഡന്റ്ലി which made her a modern woman. Explain the male as a victim of society of his time. Mahendranath is frustrated in both marriage and society. He feels to be the victim in his home through his own wife Savitri. He faced the competition from his own wife. Savitri is the equal partner in running the family and in the matrimonial arrangement. He could not face her in his own house. He had no fixed work or a regular income, so he was dependent on her. The speech by Savitri highlights that she does self-pity and feels herself as a helpless victim despite her best efforts of turning him into a working and understanding man.
Mahendranath is frustrated with marriage and society. He has to depend on his wife for anything and everything. എല്ലാത്തിനും ഭാര്യനെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു. പക്ഷെ he has no love towards her. He was insulted by his family members. They used to talk him rudely. Family members insulted ആവാറുണ്ടായിരുന്നു മഹേന്ദ്രനാഥ്. And he rudely talked to him rudely. അവര് ടോക്ക് ചെയ്യുന്ന റൂഡായിട്ടായിരുന്നു, പരുഷമായിട്ടായിരുന്നു അവനോട് ടോക്ക് ചെയ്തത്. He was invited by his friends to the evening talks and picnic because no outing is good without him. His friends used to make fun of him. എപ്പോഴും പരിഹസിക്കാറുണ്ടായിരുന്നു ഫ്രണ്ട്സ് അവന്. He had no respect anywhere. ഒരു സ്ഥലത്ത് റെസ്പെക്ട് കിട്ടിയിരുന്നില്ല. He found them trustworthy and found a shoulder in them to cry and found support in them. തന്റെ ഫ്രണ്ട്സിന് ഒരു താങ്ങായിട്ട് അവൻ കരുതിയിരുന്നു. The whole story shows the careless handling of family by the male. മെയില് ഈ ഫാമിലിനെ ഹാൻഡിൽ ചെയ്യുന്നത് കെയർലെസ് ആയിട്ടെന്നാണ് ഈ പ്ലേയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. മെയിലിന്റെ ഹാൻഡ്ലിംഗ് ഓഫ് ദ ഫാമിലി ഈസ് കെയർലെസ്. His friend succeeded, but he failed to prove his mark. His friend succeeded, but he failed to prove his mark. തന്റെ ഭാഗം തെളിയിക്കാനോ തന്റെ ഭാഗം നല്ലതാക്കാനോ മഹേന്ദ്രനാഥിന് കഴിഞ്ഞിരുന്നില്ല. He has to depend on anything and everything to his friends and his wife. പക്ഷേ he has no love towards his wife. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ചാപ്റ്റേഴ്സ് 9 and 10. ഈ ഹാഫ് വേ ഹൗസ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിന്റെ തന്നെയാണ് 11th ചാപ്റ്ററിലും 12th ചാപ്റ്ററിലും പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഒന്നിച്ചു വരും കേട്ടോ. 9ഉം 10ഉം പറഞ്ഞാലും 11ഉം 12ഉം പറയുമ്പോഴും ഈ കാര്യങ്ങളൊക്കെ വീണ്ടും ആവർത്തിച്ച പോലെ വരും. കുറച്ച് കാര്യങ്ങള് റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ പാഠഭാഗങ്ങളിലും വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ എടുത്തത് ചാപ്റ്റർ 9ഉം ചാപ്റ്റർ 10ഉം ആണ്. ഹാഫ് വേ ഹൗസ് റീഡിങ് ദ ടെക്സ്റ്റ്. പിന്നെ ഹാഫ് വേ ഹൗസ് മിഡിൽ ക്ലാസ് കൺസേൺസ്. മിഡിൽ ക്ലാസ് ഫാമിലിനെ പറ്റിയല്ലേ പറയുന്നത്. ചാപ്റ്റർ 9 and 10. താങ്ക് യു.